തൃശ്ശൂരിൽ 3 ATM കവർച്ച എന്നുള്ളതാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ സുനിൽ അരിമാനൂർ തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. വിശദാംശങ്ങളുമായി 3 ATM കവർച്ച ഉണ്ടായത്. സുനിൽ, ഗുഡ് മോർണിംഗ്. 3 60 ലക്ഷത്തോളം രൂപ കവർന്നു അല്ലേ? അതേക്കുറിച്ച് വിശദാംശങ്ങൾ എങ്ങനെയായിരുന്നു ഈ മോഷണം നടന്നത്? അതിൻ്റെ ആ സംഘം അതേക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ടോ? അന്വേഷണം എങ്ങനെ പോകുന്നു? എല്ലാം ചേർത്ത്. ഗുഡ് മോർണിംഗ് ശരത്ത്. ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് തൃശ്ശൂർ ടൗണിനകത്ത് തന്നെയുള്ള ഏകദേശം 50 മീറ്റർ ചുറ്റളവിൽ തന്നെയുള്ള 3 SBIയുടെ ATM കൗണ്ടറുകളാണ് കൊള്ളയടിച്ച് 60 ലക്ഷത്തോളം രൂപ കവർന്നെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ചിട്ട് ഈ 3 സ്ഥലങ്ങളിലും SBIയുടെ ATMനകത്ത് സെക്യൂരിറ്റി ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി പ്ലാൻ ചെയ്ത് വന്ന ഒരു ടീം തന്നെ എന്നാണ് പോലീസിൻ്റെ വിലയിരുത്തൽ. അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ടീമെന്നാണ് ഇപ്പോൾ കമ്മീഷണർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇതുപോലെ സമാനമായിട്ടുള്ള സംഭവം തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായി എന്നാണ് പോലീസ് കമ്മീഷണർ പറയുന്നത്. അതായത് ലേസർ കട്ടിംഗ് ഉപയോഗിച്ചുകൊണ്ട് മെഷീൻ കട്ട് ചെയ്താണ് പണം പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. ഈ SBIയുടെ അകത്ത് തന്നെ ഓരോ ATMനകത്തും സെക്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ട് അലാറവും അതുപോലെ തന്നെ മറ്റ് ക്യാമറകളും സ്ഥാപിച്ചിരുന്നു. പക്ഷേ ഈ ക്യാമറകളിൽ എന്തോ ഒരു രാസവസ്തു പ്രയോഗിച്ചുകൊണ്ട് ഈ ക്യാമറ പ്രവർത്തിക്കാത്ത രീതിയിലാക്കിയ ശേഷം മാത്രമാണ് ഇതിനകത്ത് കയറിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. പോലീസ് വളരെ ഊർജിതമായി തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആദ്യം ഈ മാപ്രാണത്തുള്ള ATM കവർന്ന ശേഷം സംഘം ഇവിടേക്ക് രണ്ടാമതായ ATM കൗണ്ടർ ഷൊർണൂർ ഈ ശക്തൻ ഈ റൗണ്ടിന് സമീപത്തുള്ള ATM കൗണ്ടറിലേക്കാണ് വന്നിട്ടുള്ളത്. ഷൊർണൂർ റോഡിലുള്ള ATM കൗണ്ടറിലേക്ക് വന്നു. അതിനുശേഷമാണ് പോലാഴി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ATM കൗണ്ടറിലേക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംഘം തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് തമിഴ്നാട് പോലീസിന് പ്രത്യേകിച്ച് നിർദ്ദേശം നൽകിക്കൊണ്ട് അതുപോലെ പാലക്കാടും പ്രത്യേക നിർദ്ദേശം പോലീസിന് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസിന് ലഭിച്ച CCTV ദൃശ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു വെള്ള കാറിലാണ് ഈ സംഘം എത്തിയത് എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ കാർ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. കാരണം കൂടുതൽ തുക ഇതിനകത്ത് നിന്ന് പോയിട്ടുണ്ടോ എന്നുള്ളത് ബാങ്ക് അധികൃതർ വന്ന് പരിശോധന നടത്തിയ ശേഷം മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇതിനകത്ത് ഒരു ഏകദേശം ഇതിനകത്ത് നിറയ്ക്കാവുന്ന തുകയുടെ കണക്ക് വെച്ചിട്ടാണ് പോലീസ് ഇങ്ങനെ 60 ലക്ഷം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ രാവിലെ ബാങ്ക് അധികൃതർ വന്ന് ATMനകത്ത് പരിശോധന നടത്തിയ ശേഷം ഇന്നലെ എത്ര തുകയാണ് ഡെപ്പോസിറ്റ് ചെയ്തതെന്നുള്ള സംബന്ധിച്ചായിരിക്കും പരിശോധന നടത്തുക. ഇനി അല്പസമയത്തിനകം തന്നെ ഇവിടെ ഫിംഗർ പരിശോധനാ വിദഗ്ധരും ഡോഗ് സ്ക്വാഡും എത്തിച്ചേരും. അതുപോലെ മറ്റ് കേന്ദ്രങ്ങളിലെല്ലാം തന്നെ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇത്തരത്തിൽ ലേസർ കട്ടർ ഉപയോഗിച്ചുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നത് പ്രൊഫഷണൽ ടീം തന്നെയാണ് എന്നുള്ള വിലയിരുത്തലാണ് പോലീസ് സംഘം എത്തിയിട്ടുള്ളതും. ഈ 3 കേന്ദ്രങ്ങളിൽ സമീപത്തുള്ള CCTVയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി. ഇപ്പോൾ സുനിൽ സൂചിപ്പിച്ചതുപോലെ സമാനമായ മോഷണങ്ങൾ തമിഴ്നാട്ടിൽ നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രതികളെ കൂടി ബന്ധപ്പെടുത്തിയാണ് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ATM കവർച്ചയ്ക്ക് ശ്രമിച്ച് പരാജയപ്പെടുന്ന ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് വാർത്തകൾ പല കാലത്ത് നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ ആസൂത്രിതമായി ആ മോഷണം പൂർത്തീകരിക്കാൻ അവർക്ക് കഴിഞ്ഞു. 60 ലക്ഷത്തോളം രൂപ അങ്ങനെ കവർച്ച ചെയ്തു. അങ്ങനെ തമിഴ്നാട്ടുകാരായിട്ടുള്ള പ്രതികളാണെന്നുള്ളൊരു ധാരണയോടെ മുന്നോട്ട് പോകുന്നു. അവർ കേരളം വിട്ടുപോകാനുള്ള ഒരു സാഹചര്യം കൂടി കണ്ടുകൊണ്ട് അതിനു മുമ്പ് അവരെ പിടിക്കാനാകുമോ എന്ന നീക്കം, അതുപോലെ തന്നെ അന്വേഷണത്തിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ കൂടുതൽ പുരോഗമിക്കാൻ പോകുന്ന മണിക്കൂറുകളാണ് ഇനി വരാൻ പോകുന്നത്.